ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 9th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? യെസ്, മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്. എന്താണ് മാപ്സ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? അതെ, മാപ്സ് ഭൂപടങ്ങളല്ലേ? യെസ്, ഭൂപടങ്ങളും ടെക്നോളജി, അതായത് ആധുനിക സങ്കേതങ്ങളും. ടു നോ ദ എർത്ത്, ഭൂമിയെ അറിയാൻ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് ഭൂമിയെ അറിയാൻ, ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. താഴെ നൽകിയിരിക്കുന്നു, നോക്കൂ. യെസ്, എന്താണ് നൽകിയിട്ടുള്ളത് നമുക്ക്? ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണല്ലേ. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പം കുട്ടി പറയാണ്, ഡാഡ്, അവർ ട്രിപ്പ് ടു മീശപ്പുലിമലൈ യെസ്റ്റർഡേ വാസ് ഇൻട്രസ്റ്റിംഗ് വാസിൻ്റ് ഇറ്റ്? അച്ഛ, ഇന്നലെ നമ്മൾ മീശപ്പുലിമലയിലേക്ക് നടത്തിയ ട്രിപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? യെസ്, ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രിപ്പ് ഇൻഡീഡ്. വി കുഡ് റീച്ച് ദ ഈസിലി ആസ് വി വർ ഏബിൾ ടു യൂസ് ദ ഡിജിറ്റൽ മാപ്പ് ഓൺ യുവർ മൊബൈൽ ഫോൺ പ്രോപ്പർലി. അപ്പം അച്ഛൻ പറയാണ്, യെസ്, അതെ, ഇറ്റ് വാസ് എ വെരി ഗുഡ് ട്രിപ്പ്. വളരെ രസകരമായൊരു ട്രിപ്പായിരുന്നു എന്ന് പറയുകയാണല്ലേ. Indeed, we could reach there easily as we were able to use the digital map on our mobile phone properly. അപ്പോൾ അവരെങ്ങനെയാണ് കൂട്ടുകാർ അവിടേക്ക് എത്തിയത്? അവിടേക്ക് എത്തിയിട്ടുള്ളത് പുലിമലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് യെസ്, ഡിജിറ്റൽ മാപ്പ് നോക്കിയിട്ടാണല്ലേ. ഫോണിലെ ഡിജിറ്റൽ മാപ്പ് നോക്കിയത് കൊണ്ടാണ് എങ്ങനെ അവർ അത് പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അവർക്കവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാണ്, ബോയ് ചോദിക്കുകയാണ്, വാട്ട് എ ഫൺ ഇറ്റ് വാസ് ടു ഡിസ്കവർ ന്യൂ പ്ലേസസ് ആൻഡ് ഗ്യാദർ ഇൻഫോർമേഷൻ ബൈ ഒബ്സർവിങ് മാപ്സ് ആൻഡ് ഗ്ലോബ്സ്. വാട്ട് എ ഫൺ, എന്തൊരു രസകരമാണെന്ന് പറയുകയാണല്ലേ. ഇറ്റ് വാസ് ടു ഡിസ്കവർ ന്യൂ പ്ലേസസ് ആൻഡ് ഗ്യാദർ ഇൻഫോർമേഷൻ ബൈ ഒബ്സർവിങ് മാപ്സ് ആൻഡ് ഗ്ലോബ്സ്. അതായത് ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്ത് ഫണ്ണാണ്, എന്ത് രസമാണെന്ന് ആൺകുട്ടി പറയുകയാണ്. അച്ഛൻ പറയാണ്, യെസ്, മാപ്സ് ആർ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അതെ, മാപ്സ് എന്താണ്? വളരെ ഗ്രേറ്റ്, വളരെ മികച്ചൊരു വിവര സ്രോതസ്സാണെന്ന് പറയുകയാണല്ലേ. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണെന്ന് പറയാണ്. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് പർപ്പസസിന് ഡിഫറെൻറ്റ് മാപ്സ്, വ്യത്യസ്ത തരം മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. വി യൂസ് പ്രിൻ്റഡ് മാപ്സ് ടു ഡിജിറ്റൽ മാപ്സ് ദിസ് ഡേയ്സ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി യൂസ് പ്രിൻ്റഡ് മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഡിജിറ്റൽ മാപ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കുട്ടി പറയാണ്, now onwards when we plan our next trip, fixing the places and route in advance using a map, we can save time and the journey will also be more enjoyable, won't it dad? അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? now onwards എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? വെൻ വി പ്ലാൻ അവർ നെക്സ്റ്റ് ട്രിപ്പ് അല്ലേ, ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച് നമുക്ക് എന്താണ്? ടൈം ലാഭിക്കാൻ, ടൈം സേവ് ചെയ്യാന്ന് പറയാണ്. ആൻഡ് ദ ജേർണി വിൽ ആൾസോ ബി എൻജോയബിൾ. അപ്പോൾ ഈ ജേർണി എന്തായിരിക്കും? യാത്ര വളരെ എൻജോയബിൾ ആവും, രസകരമാവുമെന്ന് അച്ഛനോട് അവൻ ചോദിക്കുകയാണ്. വോണ്ട് ഇറ്റ് ഡാഡ്, അല്ലേ അച്ഛാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു യാത്രയെക്കുറിച്ച് അച്ഛനും മകനും പറയുന്നൊരു സംഭാഷണമാണല്ലേ കൂട്ടുകാരെ നമ്മളിപ്പോൾ വായിച്ചത്. നോക്കൂ, haven't you read the conversation between boy and his father about the trip they made? അതായത് ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം നമ്മളോട് വായിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. haven't you seen how helpful the maps were in their trip? നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അവരുടെ ട്രിപ്പിൽ മാപ്സ് ഹെൽപ്ഫുള്ളായതെന്ന്, സഹായകരമായതെന്ന്. യു മൈറ്റ് ഹാവ് സീൻ ഡിജിറ്റൽ മാപ്സ് ഓൺ വെഹിക്കിൾസ് ആൻഡ് മൊബൈൽ ഫോൺസ്. നിങ്ങളും എന്താണ്? നിങ്ങളുടെ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ വെഹിക്കിൾസ്, യെസ്, വാഹനങ്ങളല്ലേ, വാഹനങ്ങളിലും ഒക്കെ എന്ത് കണ്ടിട്ടുണ്ടാവും? യെസ്, ഡിജിറ്റൽ മാപ്സ് കണ്ടിട്ടുണ്ടാവും. കാണാത്ത കൂട്ടുകാരൊന്നുമില്ലല്ലോ. യെസ്, മൊബൈൽ കാണാത്ത കൂട്ടുകാരുണ്ടാവില്ലല്ലേ. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ യെസ്, ഗൂഗിൾ മാപ്പ് നോക്കി പോകാറുണ്ടല്ലോ. Okay, then haven't you noticed the use of such maps in travel? You're familiar with various types of maps displayed in the social science lab of your school. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ്? നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിൽ, സ്കൂളിലെ സോഷ്യൽ സയൻസ് ലാബിൽ എന്ത് കണ്ടിട്ടുണ്ടാവും? വേരിയസ് ടൈപ്സ് ഓഫ് മാപ്സ് കണ്ടിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, then what are the situation in which maps are used? ഏതൊക്കെ സിറ്റുവേഷൻസിനാണ്, സന്ദർഭങ്ങളിലാണ് ഈ മാപ്സ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ട്രൈ റൈറ്റിംഗ് ദം. അത് നമ്മളോട് എഴുതാൻ ശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പോയിന്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ. നോക്കൂ, ടു ലൊക്കേറ്റ് എ പ്ലേസ്, അതായത് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കണ്ടെത്താനല്ലേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? യെസ്, മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു ഫൈൻഡ് ദ റൂട്ട് ടു ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി,
അതായത് എന്താണ് പറയുന്നത്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കലി ഡെസ്റ്റിനേഷൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപ്രകൃതി സവിശേഷതകളല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂപ്രകൃതി സവിശേഷതകൾ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു? മാപ്സ് ഉപയോഗിക്കുന്നു. പിന്നെ എന്തിനൊക്കെയാണ് കൂട്ടുകാരെ നമ്മൾ മാപ്സ് ഉപയോഗിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ്, എന്താണ്? എന്ത് മനസ്സിലാക്കാനാണ്? ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? വിഭവങ്ങളല്ലേ. അപ്പോൾ വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാപ്സ് നോക്കാറുണ്ടല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. ദ പിക്ചേഴ്സ് ഓഫ് എ ഗ്ലോബ് ആൻഡ് മാപ്പ് ആർ ഗിവൺ ബിലോ. അതായത് നമുക്കിവിടെ താഴെ പിക്ചർ നൽകിയിട്ട് എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രം താഴെ നൽകിയിട്ടുണ്ട്. ദെൻ ഒബ്സർവ് ദം, ഐഡൻറ്റിഫൈ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ the two based on the given indicators. You can also use the globe and map in the social science lab for the purpose. then എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ കുറച്ച് എന്ത് നൽകിയിട്ടുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള, അതായത് ഗ്ലോബും അതുപോലെ തന്നെ മാപ്പും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളോട് മനസ്സിലാക്കാനാണ്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഷേപ്പും നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും അതുപോലെ തന്നെ യൂസും. Some major characteristics of globes and maps are given below. Classify and list them as characteristics of globes and characteristics of maps. നമുക്കിവിടെ താഴെ എന്ത് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും മേജർ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദം ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ്. നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് എഴുതണം. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സിൻ്റെ സവിശേഷതകളെന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സിൻ്റെ സവിശേഷതകളെന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്ത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ള സവിശേഷതകൾ നോക്കൂ. എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്, അതായത് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയല്ലേ. ദെൻ 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം. ദെൻ സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇൻ എ പ്ലെയിൻ സർഫേസ്. ദെൻ ഗിവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. അതായത് ഭൂമിയെ എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റേഷൻ ഭൂമിയെ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. ദെൻ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു, ചിത്രീകരിക്കുന്നു. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ സ്റ്റൈൽ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. എന്താ പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എങ്ങനെയാണ്? സെമി സർക്കിൾസ് ആയിട്ടും ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് എങ്ങനെയാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദെൻ വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫോർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. എന്താണ്? വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ്, അതായത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ യാത്രക്കായിട്ടുള്ള വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി? ഇവിടെ തന്നിട്ടുള്ള ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്ലോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് എന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ് എന്നും ക്ലാസിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ഏതൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത് അല്ലേ? ഒരു ഭൂമിയുടെ ഒരു യഥാർത്ഥ മാതൃകയല്ലേ എന്തെന്ന് പറയുന്നത്? ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലേ കൂട്ടുകാരെ? ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? നെക്സ്റ്റ് നമുക്ക് എഴുതാം സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. അതുപോലെ തന്നെ ഗീവ്സ് കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ഇസ് ഇറ്റ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. ഓക്കെ, ദെൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ് എഴുതിയാലോ? എന്തൊക്കെയാണ് വരിക? 2
2 ഡയമെൻഷണൽ എന്താണ് ടു ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ് എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫേസ്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലിസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. നമുക്ക് ചിത്രത്തിൽ നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടല്ലേ ചിത്രീകരിച്ചിട്ടുള്ളത്? ഗ്ലോബിലെ പോലെയാണോ? അല്ല. Then very useful for collecting information of a specific places and planning the route for a trip. ഇതൊക്കെ മലയാളം നമ്മളിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മാപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ now say what are maps. Maps are made by representing the whole earth or a portion of it a plane surface. അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചില്ല, അപ്പം ഇനി എന്താണ് മാപ്പ് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരി മാപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ കണ്ടു എന്താണ്? മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ whole earth or a portion of it on പ്ലെയിൻ സർഫേസ്. അതായത് എന്താണ്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് എന്ത്? മാപ്സ് എന്ന് പറയുന്നത്. Then such a plane surfaces on which the earth is partially or completely depicted are called maps. അപ്പോൾ ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാപ്സ് എന്ന് പറയുന്നത്. then നെക്സ്റ്റ് നോക്കാം. ഡിഫറെൻറ്റ് പർപ്പസസ് ഡിഫറെൻറ്റ് മാപ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് പർപ്പസസ് അതായത് ആവശ്യങ്ങൾ വ്യത്യസ്തം. അപ്പോൾ എന്താണ്? ഭൂപടങ്ങളും വ്യത്യസ്തമാണ് അല്ലേ? ഡിഫറെൻറ്റ് മാപ്സ്. Haven't you found out the different purposes for which maps are used? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? Is it possible for us to use the same map for all purposes? എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഒരേ ഭൂപടം തന്നെയാണ് ഉപയോഗിക്കുന്നത്. But needs are different. Likewise the maps we use will also be different. എന്താണ്? നമ്മളുടെ ആവശ്യങ്ങളും ഡിഫറെൻ്റ് ആകുമ്പോൾ അതുപോലെ തന്നെ എന്താണ്? മാപ്സ് വി യൂസ് വിൽ ആൾസോ ബി ഡിഫറെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന മാപ്സും എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈ ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ മാപ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് താഴെ നൽകിയിട്ടുള്ള 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ദ ഫങ്ഷൻ ഓഫ് ദ മാപ്പും ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്. അതായത് ഫങ്ഷൻ, മാപ്പ് ചെയ്യുന്ന മാപ്പ് നിറവേറ്റുന്ന ധർമ്മം ഉണ്ടായില്ല, അതിൻ്റെ ഒരു ഫങ്ഷൻ, അതിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താണ്? ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്. അതായത് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്, അതിനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാപ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഹിസ്റ്ററി ഓഫ് മാപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് മാപ്പ് മേക്കിംഗ് ഈസ് എ ആൻഷ്യൻ ആസ് ദാറ്റ് ഓഫ് ദ ഹ്യൂമൻ റേസ്. എന്താ പറയുന്നത്? ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ എന്താണ്? പഴക്കമുള്ളതാണ്. ദ ആൻഷ്യൻ മാപ്സ് വെർ എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺസ് ആൻഡ് വുഡ്. ദ ഹാവ് ഓൾസോ ബീൻ മെയ്ഡ് ഓൺ ക്ലേ, ആനിമൽ സ്കിൻ ആൻഡ് ടെക്സ്റ്റൈൽ. എന്തൊക്കെയാണ് പറയുന്നത്? ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും അതുപോലെ തന്നെ എന്താണ്? തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. The earliest of all maps is believed to have been made around 2500 BC. It is a map that was drawn on a clay plate in Mesopotamia. The Greek geographer എന്താ പറയുന്നത്? ദ ഗ്രീക്ക് ജിയോഗ്രഫർ, അതായത് ജിയോഗ്രഫറായ ഗ്രീക്ക് ജിയോഗ്രഫറായ ഭൗമശാസ്ത്രജ്ഞനായ ടോളമിയാണ് അല്ലേ? ടോളമി who lived in the 2nd century believed that the earth was round. He tried to make a map according to his concept. എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? the earliest of all maps believed to have been made around 2500 BC. അതായത് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BC 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ മാപ്പ് ദാറ്റ് വാസ് ഡ്രോൺ ക്ലേ പ്ലേറ്റ് ഇൻ മെസ്സൊപ്പൊട്ടോമിയ. അതായത് മെസ്സൊപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വെച്ച ഭൂപടമാണത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ആര് വിശ്വസിച്ചിരുന്നു? ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ചൊരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചല്ലേ? ഹി ട്രൈഡ് ടു മേക്ക് അപ്പ് എ മാപ്പ് അക്കോർഡിംഗ് ടു ഹിസ് കൺസെപ്റ്റ് അണ്ടിൽ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇറ്റ് ആൻ അറ്റ്ലസ് ഇൻ ദ ലേറ്റ്
1400 CE, Ptolemy's maps were not known in the outer world. Thereafter, it became source of geographical information for navigators like Columbus, Cabot, Magellan, Drake and എന്താ പറയുന്നത് മെഗല്ലൻ, കൊളംബസ്, കാബട്ട് അവർക്കൊക്കെ എന്താണ് വെസുജി എന്നിവർക്കൊക്കെ എന്താണ് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായിട്ട് മാറിയല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. Even to this day, the map made by Ptolemy has similarity to modern maps. ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് എന്താണ് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. ഇറ്റ് വാസ് എ ഗ്രീക്ക് ആൻഡ് അറബ് ജോഗ്രഫേഴ്സ് ഹു ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ മാപ്പ് മേക്കിംഗ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് അറ്റംപ്റ്റ്സ് അറ്റ് മാപ്പ് മേക്കിംഗ് ഹാഡ് ബീൻ ഇൻ ഇന്ത്യ സിൻസ് ദ ആൻഷ്യൻ പീരിയഡ്. ദെൻ examine the titles of the maps in your social science lab and list them. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിച്ച് അവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കൂ. പൊളിറ്റിക്കൽ മാപ്പ്, ഫിസിയോഗ്രഫിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, സോയിൽ മാപ്പ്. പിന്നെ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഉള്ളത്? നെക്സ്റ്റ് നമുക്ക് എഴുതാൻ റിസോഴ്സ് മാപ്പ്, അതുപോലെ തന്നെ ക്ലൈമറ്റിക് മാപ്പ്. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാകും? സോഷ്യൽ സയൻസ് ലാബിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ കൂടുതൽ മാപ്സ് കൂടി കൂട്ടുകാരെ എഴുതി ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.